ഇപ്പം എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നതിനേക്കാളും ഉപരി ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. ഒരു പാട്ട് പാടുന്നത് എന്തിനാ, ഒരാളൊരു പാട്ട് പാടുന്നത് എന്തിനാ, ഒരാൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് എന്തിനാ, ഒരു ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു വികാരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. ആ വികാരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപക്ഷെ ഒരു വലിയ സിംഗറിന് പറ്റിക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ പാടാൻ അറിയാത്ത ഒരാൾക്കായിരിക്കും ആ വികാരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷെ ആ പാടുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് അതിന് വേണ്ടിയിട്ടുള്ള പ്ലഗിൻസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആണ്. സോ ഇപ്പോൾ ആർക്കും പാടാൻ പറ്റും. ആ ഇമോഷൻ കണക്റ്റ് ആവുന്ന രീതിയിൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ, ലിറിക്സ് പ്രൊണൗൺസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പാട്ട് പാടിക്കാൻ പറ്റും. ട്രൂ ഇൻസ്പയറിംഗ്. അപ്പൊ എനിക്കും പാടാൻ പറ്റും എന്നിങ്ങനെ ഗോപിചേട്ടൻ എന്നെ ഇങ്ങനെ അത് എല്ലാവർക്കും പാടാം. തീർച്ചയായും. അപ്പൊ ഞാൻ പാട്ട് പാടുന്നതായിരിക്കും. വെൽക്കം. ഇപ്പോ നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് ആൾക്കാർ വരും. സോ അതെങ്ങനെ റിസീവ് ചെയ്യും? അതിപ്പോ നമുക്ക് റിസീവ് ചെയ്തില്ലെങ്കിൽ റിസീവ് ചെയ്തല്ലേ പറ്റും. പ്രൊവോക്ക് ചെയ്യാറില്ല ഇങ്ങനെ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രൊവോക്ഡ് ആവാറില്ലേ? സംടൈംസ് ഇപ്പൊ റെസ്പോണ്ട് ചെയ്യാൻ ചില സമയങ്ങളിൽ എന്തിനാ റെസ്പോണ്ട് ചെയ്യണേന്ന് തോന്നുന്നു. അത് ചില സമയത്ത് ഇവനൊരു മറുപടി കൊടുക്കണം അങ്ങനെ തോന്നുന്നു. അത് ഓരോ സമയത്തും മൂഡ് പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ തോന്നുന്ന ഒരു മൂഡിലാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യേണ്ടതാണ് മിക്കപ്പോഴും എനിക്ക് തോന്നാറ്. God has given so many things to you, but one thing which goes like this and that, you even scold him. We are just normal human beings. വളരെ കറക്റ്റ് പോയിന്റ് പറഞ്ഞു. സത്യം. ഇങ്ങനെ ഈ ട്രോളെന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് പറയുന്ന ആൾക്കാർക്ക് ഒരു വൺ ലൈനിൽ ഒരു റിപ്ലൈ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ട് ഹാപ്പി ആയിട്ട് ചേട്ടൻ എന്ത് റിപ്ലൈ പറയും? ഇനിയും ചെയ്യേ, അല്ലാണ്ടിപ്പോ എന്താ ചെയ്യാൻ പറ്റും? അങ്ങനെയല്ല, അവരുടെ അവകാശമാണത് അല്ലേ. അപ്പൊ എവരിവൺ ഹാസ് ദ റൈറ്റ്സ് ടു ക്രിട്ടിസൈസ്, ബട്ട് അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തുക മാക്സിമം. അത് നല്ല പോസിറ്റീവായിട്ട് രീതിയിൽ വിമർശിച്ചോളൂ. അതൊരു റിക്വസ്റ്റ് മാത്രമാണ്. അവർക്ക് ചീത്ത വിളിക്കാനാണ് താല്പര്യം, വിളിച്ചോട്ടെ. അവരുടെ സംസ്കാരം അവർ കാണിക്കട്ടെ. ഇതിലിപ്പോൾ നമ്മളെന്താ പറയാ, നമുക്ക് നിങ്ങളുടെ സ്വഭാവം പോലെ നിങ്ങൾ റെസ്പോണ്ട് അത്രേ ഉള്ളൂ. അവരെന്താ ചെയ്യണമെന്ന് ചെയ്തിട്ട് നമുക്ക് അതുകൊണ്ട് അവരങ്ങനെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോൾ അടുത്ത ദിവസം എൻ്റെ തൊഴിൽ മുട്ടിപ്പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അന്നം മുട്ടുന്നൊരവസ്ഥ, എനിക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്നൊരവസ്ഥ ഒക്കെ ആണെങ്കിൽ ഞാൻ അവരെ വീട്ടിൽ പോയിച്ചോട്ടെ, ഇനി ഒരിക്കലും എന്നെ അങ്ങനെ പറയരുതേ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുകയെന്ന് വെച്ചാൽ അടുത്ത ദിവസം എനിക്ക് ആരും ഭക്ഷണം തരില്ല. ഐ എം ഹാപ്പിലി ലിവിങ്. നിങ്ങൾ എന്ത് പറഞ്ഞില്ലെങ്കിലും എൻ്റെ വീട്ടിൽ അരിയുണ്ട്. അത് ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല. സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തടത്തും തുടങ്ങിയതാണ്. അതുകൊണ്ട് ഈ ഒരു കാറ്റിലോ ഈ മഴയിലോ ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇത് തീയിൽ കുരുത്തതാണ്, വെയിലത്ത് പാടില്ല. Back to the film. Yes, ma'am. Tell me about the film. This is the first biopic from Canada which we are doing. And I'm the lead actor. I'm playing as Padma Shri Dr. Vijay Sankeshwar sir. And as I'm from Hubli Dharwad, Vijay sir is from the same place. We've been hearing about Vijay sir since from our childhood days. So he's been his journey itself is very inspiring, and we knew about it. So I said it to Rishika, the director, that we can plan this, Anta. We had no investors, nothing. We started researching. We did a complete thorough research.